വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ബുക്കാണ്. പിന്നെ ഇതിനാകെ ആവശ്യമുള്ളത് കുറച്ച് പേപ്പേഴ്സും പിന്നെ ഒരു സെല്ലോ ടാപ്പും മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ബുക്കിലേക്ക് കിടക്കാം. അതിന് ഞാൻ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ എടുത്തത്. നോർമൽ A4 പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് വേണ്ട സൈസിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മിനി സ്റ്റിക്കർ ബുക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പറിലൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ എല്ലാ പേപ്പറും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കർ നോട്ട്ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് സെല്ലോ ടേപ്പ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീതിയുള്ള സെല്ലോ ടേപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് കഴിയും കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഒട്ടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതായത് എല്ലാ സൈഡും ഒട്ടിക്കുന്നതല്ല, ഫ്രണ്ടും ബാക്കും ഒട്ടിക്കണം. അതുപോലെ തന്നെ ബബിൾസ് ഒന്നും വരാണ്ട് നല്ല ഫിനിഷിങ്ങോടെ ഒട്ടിക്കണം കേട്ടോ. ഞാനിവിടെ ഒട്ടിക്കുന്ന ടൈമിൽ കുറച്ച് ബബിൾസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അത് ഞാൻ കാര്യമാക്കിയില്ല. അപ്പോൾ നമുക്ക് ഇത് എല്ലാ സൈഡും ഒന്ന് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ പേപ്പറിലും സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സെല്ലോ ടാപ്പ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ മെത്തേഡ് ഇതായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് പേജാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് 2 വുഡൻ്റെ ക്ലിപ്പ് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ മൊത്തത്തിലൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഡ്രൈ ആവുന്ന ടൈം കൊണ്ട് ഇതിൻ്റെ കവർ പേജ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ്. നമ്മൾ മുന്നേ കവർ പേജ് ഉണ്ടാക്കുമ്പോൾ 2 കാർഡ്ബോർഡ് പീസ് പേപ്പറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉള്ള മെത്തേഡിലാണ് ചെയ്യുന്നത്. ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഒരു കവർ പേജ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന മെത്തേഡിൽ നമുക്കിങ്ങനെ സെൻറ്റർ പോർഷൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഉണ്ടാക്കിയ പേജസ് നമുക്ക് അതിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്.
നമ്മൾ ചെറിയൊരു പേപ്പറിൽ സ്റ്റിക്കർ ബുക്ക് എന്ന് എഴുതിയിട്ട് അതും ഒന്ന് അവിടെ ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പേജ് അത്ര വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ 2 സ്റ്റിക്കർ കൂടി ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മളെ പേജസ് എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വുഡൻ ക്ലിപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക, നമുക്ക് എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം പേജെല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഈ ഉണ്ടാക്കിയ കവർ പേജിലോട്ടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്ത് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചുകൊണ്ട് തന്നെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാൻ കഴിയില്ല കേട്ടോ. നോർമൽ നോട്ട്ബുക്ക് ആക്കുമ്പോൾ നമ്മൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യൽ. പക്ഷേ ഇത് സെല്ലോ ടാപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ടാക്കി ടാപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒറ്റ ഇതിന് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സ്റ്റിക്കർ നോട്ട്ബുക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതിൽ ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒട്ടിച്ച് നോക്കാം, നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുമോ നോക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.